പുതിയ രൂപത്തിൽ അർജന്റീന അഡിഡാസുമായിട്ടുള്ള 50 വർഷത്തെ കരാറിൽ അതിൻ്റെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടാണ് പുതിയ കിറ്റ് അർജന്റീന ഇറക്കിയിട്ടുള്ളത്. കിറ്റൊക്കെ അടിപൊളിയാണ്. പക്ഷേ അർജന്റീന ടീമിൻ്റെ അവസ്ഥ ഇപ്പോൾ ചെറുതായിട്ടൊരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവസാനം കളിച്ച 4 മത്സരങ്ങളിൽ 2 തോൽവിയും 1 സമനിലയും 1 വിജയവും. ഇതാണ് റീസെൻ്റ്ലി നടന്നിട്ടുള്ള അർജന്റീനയുടെ മത്സരങ്ങളുടെ സ്റ്റാറ്റസ്. എന്തോ ആ ഒരു പഴയ അർജന്റീനയെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ മത്സരങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ടൂർണമെൻറ്റുകളിലായിട്ട് അർജന്റീനയുടെ ആധിപത്യം നമ്മൾ നിരന്തരമായിട്ട് കാണുന്നതാണ്. കോപ്പ അമേരിക്കയിലായിക്കോട്ടെ, വേൾഡ് കപ്പിലായിക്കോട്ടെ, ഫൈനൽ സെമിയിലായിക്കോട്ടെ, അർജന്റീന നാഷണൽ ടീം കളിക്കുന്ന ഏതൊരു ടൂർണമെൻറ്റിലും അർജന്റീനയുടെ ആധിപത്യം 100%. കാരണം കഴിഞ്ഞ 2 കോപ്പ അമേരിക്ക വിന്നർ അർജന്റീനയാണ്, ഫൈനൽ സെമി വിന്നർ അർജന്റീനയാണ്, ലോക ചാമ്പ്യന്മാരും അർജന്റീനയാണ്. ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു സ്റ്റാറ്റസൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ അർജന്റീന കുറച്ച് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ റാങ്ക് എടുക്കുമ്പോൾ അതിലിപ്പോഴും ലാറ്റിൻ അമേരിക്കയിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് അർജന്റീന തുടരുന്നത്. എങ്കിലും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ടീമിന് മാറ്റം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഏതായാലും തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പറ്റെ തളർന്ന് കിടന്നിരുന്ന അവസ്ഥയിൽ നിന്നാണ് ഇത്രയും നേട്ടങ്ങൾ അവർ നേടിയത്. 3-4 ട്രോഫികൾ, ഒരു ട്രോഫി പോലും ഇല്ലാത്ത ലയണൽ മെസ്സി, അല്ലെങ്കിൽ വർഷങ്ങളോളമായിട്ട് ഒരു ട്രോഫി പോലും കിട്ടാത്ത അർജന്റീന ടീം ലാസ്റ്റ് നടന്ന കണ്ടിന്യൂസ് ആയിട്ട് 3-4 വർഷങ്ങളിൽ അവർക്ക് ചാമ്പ്യൻ പട്ടം നേടാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു തളർച്ചയിൽ നിന്നുള്ളൊരു തിരിച്ചുവരവ് തന്നെയല്ലേ. ഏതായാലും അത്ര തളർന്ന് കിടന്ന സാഹചര്യത്തിൽ നിന്ന് ഈ ലെവൽ വരെ എത്താൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലുതൊക്കെ അവരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ലയണൽ മെസ്സിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാനം കളിച്ച 2-3 മത്സരങ്ങളിൽ തോറ്റിക്കുകയാണ്. ഇന്റർ മയാമിൻ്റെയൊക്കെ മത്സരങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നലെ പരാഗനോട്ട് 2-1 ഒരു അപ്രതീക്ഷിതമായ തോൽവിയാണ് തോറ്റത്. അടിച്ച ഒരു ഗോള് മാർട്ടിനസിൻ്റെ വകയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എമി മാർട്ടിനസ് ലോക ഗോൾ കീപ്പർക്കുള്ള അവാർഡൊക്കെ ഏറ്റുവാങ്ങി വന്നിട്ട് അർജന്റീനൻ്റെ സാഹചര്യം ഇപ്പോൾ ഇതാണ്. ഏതായാലും തിരിച്ചു വരും. ഇതിലും വലിയ തളർച്ചയിൽ നിന്ന് തിരിച്ചു വന്ന ടീമാണ് ഇല്ലേ.